എല്ലാ കുട്ടികൾക്കും ജനിച്ച ഭാരം കുറയും. അത് പിന്നെ കുറഞ്ഞില്ലെങ്കിലാണ് അത് അബ്നോർമൽ. എത്ര വരെ കുറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി വെയിറ്റ് ലോസ് 10%. 3 കിലോ ഉള്ള ഒരു കുഞ്ഞിന് 300 ഗ്രാം വരെ കുറയാം. അവരെല്ലാ വർഷവും വരും കേക്കും വാങ്ങിച്ചു. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത്. വെൽക്കം ടു ലൈഫ് ലൈൻ പ്ലസ്. ന്യൂ ബോൺ ബേബീസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടൂരിൽ നിന്നും ഡോക്ടർ ബിനു ഗോവിന്ദ്, ഹെഡ് ഓഫ് നിയോണറ്റോളജി, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, എന്താണ് നിയോണറ്റോളജി എന്ന് പറയുന്നത്? അതേപോലെ തന്നെ നമ്മുടെ ഈ സാധാരണ കുട്ടികളുടെ ഡോക്ടറും ന്യൂ ബോൺ ബേബീസിനുള്ള ഡോക്ടറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്ന് പറയാമോ? ന്യൂ ബോൺ എന്ന് പറയുന്ന ഡെഫിനിഷൻ വൈസ് 28 ദിവസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ന്യൂ ബോൺ ബേബീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി 1 month 1 monthനകത്തുള്ള പീഡിയാട്രിക് കെയർ കൊടുക്കുന്ന ഡോക്ടറാണ് നീനേറ്റൽ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴത് പിന്നെ ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയാസ് കാണും. ഇപ്പം നമ്മൾ 1 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ വിടാൻ പറ്റത്തില്ല, പീഡിയാട്രിക് സൈഡിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് 2-3 മാസമൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ കാണും. കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്ചാർജ് വരെ നോക്കേണ്ടി വരും. അതുകൊണ്ട് അതൊരു ഗ്രേ ഏരിയ ഉണ്ട് ഡെഫിനിഷനിൽ. പക്ഷെ പ്രൈമറിലി ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പെട്ടെന്ന് റെഫറിൽ വരുന്ന കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡോക്ടറാണ്. ഓക്കെ. NICU എന്ന് നമ്മൾ കോമൺലി കേൾക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ NICUലോട്ട് മാറ്റി എന്നൊക്കെ പറയാറുണ്ട്. സോ ഏതൊരു സ്റ്റേജിലാണ് കുഞ്ഞുങ്ങളെ NICUലോട്ട് മാറ്റുന്നത്? ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും NICUയിൽ വെച്ചിട്ടാണോ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്? അങ്ങനെയില്ല, ദർ ആർ ഗൈഡ് ലൈൻസ്. എല്ലാത്തിനും ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പൊ ഒബ്വിയസ്ലി നമുക്കൊരു ബേബി സിക്കാണെന്ന് തോന്നിയാല് മാറ്റും. ഇപ്പൊ ശ്വാസം മുട്ടൽ തോന്നുന്നു, കുറച്ചു നേരം ഒബ്സർവ് ചെയ്ത് ബുദ്ധിമുട്ടുകൾ തോന്നുന്ന കുഞ്ഞുങ്ങളെ മാറ്റും. പക്ഷെ ഒരു വീക്സും വെയിറ്റും വെച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് 35 ആഴ്ചയിൽ താഴെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും 2 കിലോയ്ക്ക് താഴെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും യാതൊരു അസുഖവും ഇല്ലെങ്കിലും NICUലോട്ട് മാറ്റണമെന്നാണ്. പക്ഷെ പിന്നെ സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ചും ബേബിയുടെ ചിലപ്പം ഇപ്പം IVF സെന്റർ ഇപ്പം നമ്മുടെ പോലത്തേക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ബേബീസ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി നാള് 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് കിട്ടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് അത്ര ഈസി ആയിട്ട് കൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പൊതുവെ 2 കിലോ എന്നുള്ളത് എടുക്കുക, അല്ലെങ്കിൽ 35 ആഴ്ച, അതാണ് ഒരു കട്ട് ഓഫ്സ്. ഡിസീസസ് ഉള്ളത് ഏത് വെയിറ്റ് ആണെങ്കിലും മാറ്റും. ഇപ്പം ശ്വാസം മുട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ബുദ്ധിമുട്ടുള്ള ഒബ്സർവേഷൻ പാർട്ടായിട്ടോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ നഴ്സറിയിലോട്ട് മാറ്റും. ഈ മാസം തികയാതെ പ്രസവിക്കുക, ഇപ്പം ഡോക്ടർ 35 ആഴ്ച എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളുടെ ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ അതൊക്കെ കണക്കിലാക്കിയായിരിക്കും NICUലോട്ട് മാറ്റുന്നത്. സോ ഇതിനെ തുടർന്ന് ഇവർക്ക് ഭാവിയിലും വളർന്നു കഴിഞ്ഞാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇപ്പം നമ്മുടെ കെയർ ഇപ്പൊ എപ്പോഴും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊരു 30 കൊല്ലം മുമ്പൊക്കെ 28 ആഴ്ച താഴെ അബോർഷൻ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഹൗസ് സർജൻസിയും MBBS ഒക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കട്ട് ഓഫ് 1 കിലോ 28 വീക്സ് ആയിരുന്നു. ഇപ്പൊ അഡ്വാൻസ് ഇപ്പം പൊതുവെയുള്ള പുതിയ എക്യുപ്മെന്റ്സും മെഷീൻസും ഒക്കെ വന്നതിന് ശേഷം ഇപ്പോഴും 23 വീക്സ് തൊട്ടാണ് ഇന്ത്യയിൽ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിലും 23 വീക്സ് ആൻഡ് അബൌട്ട്. 23 വീക്സ് എന്ന് പറയുമ്പോൾ 23 പ്ലസ് 1 ഡേ 2 ഡേ അതെല്ലാം 23 വീക്സ് ആയിട്ടാണ് കൂട്ടുന്നത്. 23 ആഴ്ച ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ടിപ്പം നോക്കും. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവാണെങ്കിൽ നമ്മൾ ഏതൊരു കുഞ്ഞിനെ ചികിത്സിക്കുമ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോർമൽ ബേബി ആയിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. നമുക്കങ്ങനെ ഒരു അപകട സാധ്യതയുള്ള കുഞ്ഞുങ്ങളെ ഒരു ബുദ്ധിമുട്ട് കൂടെ ജീവിക്കുന്നതിലും ഭേദം ഇല്ലാത്തതാണ്. അപ്പൊ ഏതൊരു കുഞ്ഞിനെയും ട്രീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ മാസം തികഞ്ഞ ഒരു കുഞ്ഞ് ആ സമയമാകുമ്പോഴേക്കും അവർ കമ്പാരബിൾ ആവും. അറ്റ്ലീസ്റ്റ് 2 years ആണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു 500 ഗ്രാം കുഞ്ഞ് ജനിക്കുന്നു 24 ആഴ്ചയിൽ, ആ ദിവസം ജനിക്കുന്ന ഒരു 4 കിലോ കുട്ടി. ഇവര് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് ഇവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ 2 വർഷം വരെ സമയമുണ്ട്. അത് പിന്നെ ശരീര വളർച്ചയിലും ബുദ്ധിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ അലവൻസ് കൊടുത്തിട്ടാണ് അസസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു 2 years ആകുമ്പോഴേക്ക് അവൻ നോർമൽ ആവുന്നതാണ് വെപ്പ്. പിന്നെ ഒബ്വിയസ്ലി പറഞ്ഞ പോലെ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് മിനിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ 100% എല്ലാ പ്രീടേം ബേബീസും നോർമലാണെന്ന് പറയുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ എല്ലാ ടേം ബേബീസും നോർമലാണെന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതേപോലെ ഈ ന്യൂ ബോൺ ബേബീസിന് പലരും നമുക്ക് സ്ഥിരമായിട്ട് മഞ്ഞ കാണാറുണ്ട്. അപ്പൊ അതെല്ലാവരും അഫക്റ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. അതൊരു സീരിയസ് കേസായിട്ട് മാറും മഞ്ഞ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് നമ്മൾ വെയിൽ കൊള്ളിക്കാറുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ മഞ്ഞ ന്യൂ ബോൺ ബേബീസിന് ഉണ്ടാകുന്നത് എത്രത്തോളം ദോഷമാണ്, അത്
അതിന്റെ വശം ഒന്ന് പറയാവോ? മഞ്ഞ വളരെ കോമൺ ഡിസീസാണ്, എല്ലാവർക്കും അറിയാമത്. പൊതുവേ മഞ്ഞ ഒരു ഫിസിയോളജിക്കൽ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യും കുട്ടികൾക്ക്. പ്രത്യേകിച്ച് അതിന്റെ ബോഡി ബയോകെമിക്കൽ കാര്യങ്ങളൊക്കെ അങ്ങനെയാ പോകുന്നത്. 4-ാം ദിവസം 5-ാം ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇത് പീക്ക് ചെയ്യുന്നത്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ വെറീഡ് ആവണം. എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നെഗറ്റീവ് ഗ്രൂപ്പുള്ള അമ്മയും പോസിറ്റീവ് ഗ്രൂപ്പുള്ള ബേബിയും ഒക്കെ ആണെങ്കിൽ ഏർലി ജോണ്ടിസിന് സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ പീരീഡിൽ നമ്മൾ കുറച്ചുകൂടെ ഏർലി ആയിട്ട് ബിൽറുബിൻ വാല്യൂസ് നോക്കുകയും ഏർലി ആയിട്ട് ഇന്റർവ്യൂനും ചെയ്യണം. പക്ഷെ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ ജോണ്ടിസ് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കത്തില്ല. മേ ബി ഒരു ദിവസം വല്ലോ 1-2 ദിവസം ലൈറ്റ് അടിച്ചാൽ കുറയുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ സൺലൈറ്റ് കാണിക്കുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. ബേസിക്കലി അതിന് എക്സ്പെൻസ് ഇല്ല. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. പക്ഷെ നമ്മൾ കാണിക്കുന്ന സമയത്തേക്ക് ലൈറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഫോട്ടോതെറാപ്പിക്ക് കൊടുക്കുമ്പോൾ 24 hours ആയിരിക്കും വെക്കുന്നത്. സൺലൈറ്റ് നമുക്ക് എത്ര നേരം കാണിക്കാൻ പറ്റും? 10 മിനിറ്റ് 15 മിനിറ്റ് രാവിലെയും വൈകിട്ടും ആയിട്ട്. കൂടുതൽ നേരം കാണിച്ചു കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, അത് ഹാംഫുൾ ആണ്. അത് അത്ര നല്ലതല്ല സ്കിന്നിന്. നമുക്കറിയാമല്ലോ, പിന്നെ ചില റേസ് കൊണ്ട് ഈവൻ സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ബ്ലൂ ലൈറ്റാണ് നമുക്ക് വേണ്ടത്. അത് ഉദിച്ചു വരുന്ന സൂര്യനും താന്നു പോകുന്ന സൂര്യനും അത് കുറച്ച് സമയത്തേക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സയന്റിഫിക്കലി സൺലൈറ്റ് കാണിക്കാൻ അഡ്വൈസ്ഡ് അല്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ഓക്കെയാണ് അതിനകത്ത്. പിന്നെ അത് റെസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവിടുത്തെ ഒരുപാട് നേരം കാണിക്കരുതെന്ന് പറഞ്ഞാണ് ഞങ്ങളും വിടാറ്. പൊതുവെ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണ് അതിൽ. അപ്പൊ അതൊരു മിസ്കൺസെപ്ഷൻ ആണോ? അതായത് നമ്മൾ ഈ സൺലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കുറയും എന്നുള്ളൊരു? അല്ല, നമ്മളിപ്പോ 24 hours സൺലൈറ്റ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ വേറെ ഹെൽത്ത് പ്രോബ്ലംസ് വരും. അപ്പൊ നമ്മൾ ഈ കുറച്ച് ടൈം മേ ബി 10 to 15 minutes കാണിക്കുമ്പോൾ അത്രയും നേരമുള്ള ഇതേ കിട്ടുന്നുള്ളൂ. അല്ലാതെ ഫോട്ടോതെറാപ്പിയേക്കാളും ബെറ്റർ അല്ല സൺലൈറ്റ് കാണിക്കുന്നത്. ഇപ്പൊ ഇഫ് യു ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് കമ്പാരബിൾ ആണെന്ന് എടുത്താൽ തന്നെ 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റും ലൈറ്റ് ഓടിച്ച് ഒരു ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബിൽറുബിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ 15 മിനിറ്റ് കുറയില്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ അപ്പം ആ സൺലൈറ്റിൽ നമ്മൾ എങ്ങനെയാ അത് എക്സ്പെക്ട് ചെയ്യുന്നത്? പക്ഷെ ഒബ്വിയസ്ലി അത് റെസിസ്റ്റ് ചെയ്യാൻ മാത്രം ഇപ്പൊ എല്ലാവർക്കും എല്ലാം വേണം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അത് ഓക്കെയാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഭാരം കുറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുമല്ലോ, അത് പേടിക്കേണ്ടതായിട്ടുണ്ടോ? പിന്നെ എപ്പോഴായിരിക്കും പിന്നെ കുട്ടി ഭാരം വെച്ച് തുടങ്ങുന്നത്? എല്ലാ കുട്ടികൾക്കും ജനിച്ച ഭാരം കുറയും. അത് പിന്നെ കുറഞ്ഞില്ലെങ്കിലാണ് അത് അബ്നോർമൽ. നമ്മൾ യൂഷ്വലി മാസം തികഞ്ഞ വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങൾ 2.5 കിലോയ്ക്ക് മേളിലാണ് നോർമൽ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. ആ കുട്ടികൾക്ക് ഒരു 7 to 10 days കൊണ്ട് ബർത്ത് വെയിറ്റ് റീഗെയിൻ ചെയ്യും. ഫോൾ ചെയ്ത് തിരിച്ച് റീഗെയിൻ ചെയ്ത് ക്രോസ് ചെയ്യും. പ്രീ ടേം ബേബീസ് കുറച്ചുകൂടെ ടൈം എടുക്കും. കാരണം അവർക്ക് ന്യൂട്രീഷൻ വേറെ രീതിയിലായിരിക്കും. പാരന്റൽ ന്യൂട്രീഷൻ എന്ന് പറയും, ഫ്ലൂയിഡ് വഴിയൊക്കെ ആയിരിക്കും ന്യൂട്രീഷൻ പോകുന്നത്. അവർ പാലൊക്കെ ഒരു അളവിൽ എത്തിയിട്ട് വെയിറ്റ് വെച്ച് തുടങ്ങുക, അല്ലെങ്കിൽ ബർത്ത് വെയിറ്റ് ക്രോസ് ചെയ്യാൻ റഫ്ലി 2 to 3 weeks എടുക്കാം. പക്ഷെ നോർമൽ ആ ചോദ്യത്തിന് ഉത്തരം ഒരു 7 to 10 days കൊണ്ട് എല്ലാ ബേബീസും ബർത്ത് വെയിറ്റ് ക്രോസ് ചെയ്യണം. എത്ര വരെ കുറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി വെയിറ്റ് ലോസ് 10%. 3 കിലോ ഉള്ള ഒരു കുഞ്ഞിന് 300 gram വരെ കുറയാം. 15% മുകളിലാണെങ്കിൽ അതൊരു മെഡിക്കൽ ഇഷ്യൂ ആണ്. 10 തൊട്ട് 15 വരെ ശ്രദ്ധിച്ച് മോണിറ്റർ ചെയ്യണം. ടോപ്പ് അപ്പ് ഫീഡ്സ് കൊടുക്കണോ, പൊടിപ്പാല് കൊടുക്കണം, അതിന്റെ മേലെ കൊടുക്കണോ എന്നുള്ളതൊക്കെ ക്ലിനിഷ്യന് തീരുമാനിക്കാം. 10% വരെ ഓക്കെയാണ്. ഈ പ്രീ ടേം ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളും അതേപോലെ ന്യൂ ബോൺ നോർമലി ജനിക്കുന്ന കുട്ടികളും തമ്മിൽ കുറച്ച് വ്യത്യാസമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിരുന്നാലും ഈ ന്യൂ ബോൺ ബേബീസിന് കൊടുക്കേണ്ട കെയർ എന്താണ്? അതിലും ഈ പ്രീ ടേം ബേബി ആണെങ്കിൽ എത്രത്തോളം കെയർ ആയിരിക്കുക പാരന്റ്സ് കൊടുക്കേണ്ടത്? ഇപ്പൊ ഈ പ്രീ ടേം എന്ന് പറയുമ്പോൾ 37 ആഴ്ച താഴെയുള്ളതെല്ലാം പ്രീ ടേം ആണ്. പക്ഷെ നമ്മളിപ്പോ 23 ആഴ്ച തൊട്ട് 36 ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒന്നാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവർക്കെല്ലാം പല ഡിഫറെന്റ് കെയർ കൊടുക്കേണ്ടത്. ഇപ്പൊ 34 to 36 weeks നിയർലി ഒരു നോർമൽ കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കാം. ഇനീഷ്യലി പാലൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ 32 ആഴ്ച താഴെയുള്ള കുഞ്ഞുങ്ങളിലോട്ട് പോകുമ്പോൾ ഇവർക്ക് പാല് കുടിക്കാനുള്ള കഴിവൊന്നും കാണത്തില്ല. അവർക്ക് ട്യൂബ് ഫീഡ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ട്യൂബ് ഫീഡ്സ് കൊടുത്ത് ഒരു 33-34 വീക്സിന്റെ പ്രായം ആകുമ്പോഴേ ട്യൂബ് എടുത്ത് നമ്മൾ ഓറലി കൊടുക്കത്തുള്ളൂ. എക്സ്ട്രീം പ്രീ ടേംസ് ഇപ്പൊ 28 ആഴ്ചയൊക്കെ താഴെയുള്ള പിള്ളേർക്കൊക്കെ പാല് വായിലൂടെ കുടിച്ചു വരാൻ ഒരു സമയം എടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആ ഡേയ്സ് എണ്ണി വരുമ്പോൾ 34-35 ആവും ഇവർ ഓറലി കൊടുക്കാനുള്ള തൂക്കവും ആരോഗ്യമാവാൻ. അപ്പോൾ ഒരു 23 ആഴ്ച ജനിക്കുന്ന കുഞ്ഞാണെങ്കിൽ ഒരു 10 ആഴ്ചയെങ്കിലും കഴിയുമ്പോഴേ അവർ പാല് കുടിക്കാനുള്ള ന്യൂറോളജിക്കൽ കഴിവൊക്കെ ആവത്തുള്ളൂ. അപ്പൊ അതുവരേക്കുള്ള ന്യൂട്രീഷൻ ഫ്ലൂയിഡിലൂടെയും പാരന്റൽ ന്യൂട്രീഷൻ എന്ന് പറയും, അത് കഴിഞ്ഞ് ട്യൂബ് ഫീഡ്സിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ വെയിറ്റ് ഒക്കെ വെച്ചൊരു ആരോഗ്യം ന്യൂറോളജിക്കലി ഒന്ന് സെറ്റ് ആകുമ്പോഴാണ് നമ്മൾ ട്യൂബ് എടുക്കുന്നത്. അപ്പൊ ഈ പല വെയിറ്റ് കാറ്റഗറീസും വീക്ക് കാറ്റഗറീസും അനുസരിച്ച് മാറും. 34 to 36 weeks പ്രീ ടേം ആണെങ്കിലും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും കാര്യങ്ങൾ.
ഫ്യൂ ഡേയ്സ് ICU സ്റ്റേ മതിയാവും. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തരണം ചെയ്ത് ഫീഡിങ് ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് വിടാവുന്നതാണ്. പക്ഷെ മറ്റു കുഞ്ഞുങ്ങൾ ഒത്തിരി സമയമെടുക്കും. ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ പ്രീ ടേം ബേബീസ് ജനിക്കുന്നത്? അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാവുമ്പോഴായിരിക്കാം 6 months 5 months നമ്മൾ കേൾക്കാറുണ്ട് 7 months ജനിച്ചു എന്നുള്ളത്. സോ ഈ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ കണ്ടീഷൻസിലാണ് അത്രയും ഈ ചോദ്യം ശരിക്കും ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് ആൻസർ ചെയ്യേണ്ടത്. കാരണം അത് അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. എന്നിരുന്നാലും അമ്മയ്ക്കോ കുഞ്ഞിനോ ജീവന അപകടം ഉണ്ടെങ്കിൽ അവർ ബേബി എടുക്കും. അതാണ് അതിന് ഈ ലളിതമായി പറഞ്ഞാല്. അപ്പൊ അമ്മയ്ക്ക് ജീവിതത്തിൽ അപകടം, ഇപ്പൊ പ്ലാസന്റൽ അബ്നോർമാലിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് അമ്മയുടെ വയറിലിരുന്ന് കുഞ്ഞ് ഗ്രോ ചെയ്യുന്നില്ല, അത്രയ്ക്ക് ന്യൂട്രീഷൻ കുറവാണ്, രക്തോട്ടം കുറവാ കുഞ്ഞിലോട്ടുള്ള. അപ്പൊ അവരെ എത്ര വീക്സ് വെച്ചിട്ടും ഗ്രോത്ത് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് IUD ആവാം, പെട്ടെന്ന് വയറിന്ന് മരിച്ചു പോകാൻ സാധ്യത ഉണ്ട്. കാരണം പെട്ടെന്ന് ന്യൂട്രീഷൻ ടോട്ടലി കട്ട് ഓഫ് ചെയ്ത് മരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവര് റിപ്പീറ്റഡ് സ്കാൻസ് ചെയ്തിട്ട് നമുക്ക് ഒരാഴ്ച ഇത്ര വെയിറ്റ് വേണമെന്നൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ വയറിൽ ഇരുന്നിട്ട് കാര്യമില്ല, യൂട്രസിൽ ഇരുന്നിട്ടെന്ന് തോന്നും. സഡൻ ഡെത്തിനുള്ള ചാൻസസ് ഉണ്ടെങ്കിലാണ് എടുക്കുന്നത്. പിന്നെ എമർജൻസീസ് ഉണ്ട്, ബ്ലീഡിംഗ് ആയിട്ട് വരും, പ്ലാസന്റെ ചിലപ്പോൾ കുറച്ചൊന്ന് സെപ്പറേറ്റഡ് ആയിട്ട് വരാം, അപ്പൊ അതിന്റെ ഭാഗമായി ബ്ലീഡിംഗ് ആയിട്ട് റഷ് ചെയ്ത് വരാം. ഇല്ലെങ്കിൽ അനക്കക്കുറവെന്നൊക്കെ പറയല്ലോ. ചിലപ്പോൾ കോഡ് എന്തെങ്കിലും അത്യാഹിതം വന്നിട്ട് കോഡ് ചുറ്റിയിട്ട് വരാം. അപ്പം ആരും ഒരിക്കലും ഒരു പ്രീ ടേം ബർത്ത് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എല്ലാവരും ഇപ്പോൾ ഏതൊരു ഗൈനക്കോളജിസ്റ്റും ആണെങ്കിൽ അവരും മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നതും അവർ ട്രൈ ചെയ്യുന്നത് എത്രത്തോളം ടേമിലോട്ട് നീക്കാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ പിന്നെ ഒരു ഘട്ടത്തിലോട്ട് കയറുന്നു, അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലാണ് ഇതെടുക്കുന്നത്. അപ്പം ഇതിന് അനുയോജ്യമായ സെന്ററിൽ ഡെലിവറി ചെയ്യണം. കാരണം ഈ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര റിസ്കി പരിപാടിയാണ്. ഇപ്പൊ ഒരു 1 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് നിസ്സാരമായിട്ട് ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റാശുപത്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മോർബിഡിറ്റീസ് ഇഷ്യൂസും കാണും. അപ്പൊ ഏറ്റവും നല്ലത്, നമ്മൾ പറയുന്ന ഏറ്റവും നല്ല ആംബുലൻസ് അമ്മയുടെ യൂട്രസ് തന്നെയാണ്. അപ്പൊ അമ്മയായിട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതാണ് ഐഡിയലി നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും അത് പറ്റണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്കാണ് അമ്മ. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് പ്രീ ടേം ബർത്ത് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഡെലിവറി നടക്കുന്ന സ്ഥലത്ത് കെയർ കിട്ടുന്ന ഒരു സെന്റർ ആവാനാണ് ശ്രമിക്കേണ്ടത്. ഈ NICUലുള്ള ഒരു കുഞ്ഞിന് അമ്മയുടെ മുലപ്പാല് പൊതുവെ നമ്മൾ കൊടുക്കാറുണ്ടോ, അതോ അതിനുള്ള ഫെസിലിറ്റി എങ്ങനെയാണ്? അത് ഓരോ വീക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 34 വീക്സ് ആൻഡ് അബോവ് ഒക്കെ പാല് കുടിക്കും. ഓറലി കൊടുക്കാൻ പറ്റും. അവർക്ക് സക്കിങ്ങും സോളോയിങ്ങും റിഫ്ലക്സ് അങ്ങനെയാ പറയുന്നത്. സക്ക് ചെയ്യാൻ വേണം, സോളോ ചെയ്യാൻ വേണം. റിഫ്ലക്സസ് ഒക്കെ മെച്ചുവർ ആവും, അവർക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ, ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് day 1 തന്നെ ബ്രസ്റ്റ് ഫീഡ് ഇനിഷ്യേറ്റ് ചെയ്യുകയും പാല് തീരെ കുറവോ അല്ലെങ്കിൽ ആവത്തില്ലെങ്കിൽ അതിന്റെ കൂടെ ടോപ്പ് ഓഫ് ഫീഡ് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ അതിൽ 32 ആഴ്ചയിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഫീഡ് തുടങ്ങാനൊരു ഡിലേ വരും. കാരണം അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ കാണും. ഫീഡ് തുടങ്ങുന്ന മുറയ്ക്ക് ട്യൂബിലൂടെ ആയിരിക്കും കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 33-34 ആഴ്ച ആവുന്നത് വരെ ട്യൂബിലൂടെ ആയിരിക്കും കൊടുക്കുന്നത്. ട്യൂബ് ഫീഡിനകത്തുള്ള ഗുണമെന്ന് വെച്ചാൽ റിസ്ക് കുറവാണ്, ആസ്പിറേഷൻ റിസ്ക് കുറവാണ്. മറ്റേ വായിലൂടെ ഒഴിക്കുമ്പം അത്ര മെച്ചുവർ അല്ലെങ്കിൽ ചിലപ്പം പാല് വിഴുങ്ങുമ്പോൾ നെഞ്ചു കയറാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ട്യൂബിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു റിസ്ക് ടോട്ടലി ഇല്ല. അപ്പൊ കുഞ്ഞ് ഉറങ്ങുമ്പോഴും കൊടുക്കാം, മറ്റേത് കുഞ്ഞിനെ ഉണർത്തി കൊടുക്കണം. അപ്പൊ ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. എന്നിട്ട് കുഞ്ഞിന് ആ വീക്സ് ഒക്കെ ഒന്ന് ഒത്തു വരുമ്പോൾ ട്യൂബ് എടുത്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാ പാല് കൊടുക്കുന്നത്. അമ്മയുടെ പാല് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് വരാറാണ് ട്യൂബ് ഫീഡിന് കൊടുക്കുമ്പോൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എല്ലാ അമ്മമാർക്കും പാലില്ലെങ്കിൽ നമുക്ക് പ്രീ ടേം ഫീഡ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ലൈഫ് ലൈൻ ഹോസ്പിറ്റല് ന്യൂബോൺ ബേബീസ് അതിൽ തന്നെ അതീവ ഗുരുതര അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്? അതിലും എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഈ ICU കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന NICU ആണ്. നമുക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസ് വരാറുണ്ട് ഇങ്ങോട്ട്. കാരണം ഈ പറഞ്ഞ പോലെ കൂടുതലും മദേഴ്സ് റെഫറലായിട്ടാണ് വരിക. കാരണം ബേബി റെഫർ ചെയ്യുന്ന അപകടമുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു സറൗണ്ടിങ് ഒരുപാട് ഹോസ്പിറ്റൽസ് നിന്ന് ബേബീസ് വരും. കാരണം നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. ഫെസിലിറ്റി എന്ന് പറയുമ്പം ഇപ്പോഴത്തെ എല്ലാ മോഡേൺ ടെക്നോളജിയും വേണം. ഒരു ബേബിയെ കെയർ ചെയ്യണമെങ്കിൽ വെന്റിലേറ്റേഴ്സ്, ഹൈ ഫ്ലോ ഡിവൈസസ്, CPAPs, പിന്നെ ന്യൂട്രീഷൻ കൊടുക്കുന്ന എല്ലാ രീതിയിലുള്ള ഇതും ഇൻക്യുബേറ്റേഴ്സും ഇതെല്ലാം വേണം ചെറിയ കുഞ്ഞുങ്ങളെ നോക്കാൻ. വലിയ കുട്ടികളെ നോക്കാൻ അത്രയ്ക്ക് ഗാഡ്ജറ്റ്സ് ആവശ്യമില്ല. ഐ മീൻ വെന്റിലേറ്റേഴ്സ് വേണ്ടി വരും ശ്വാസം മുട്ടുണ്ടെങ്കിൽ. പക്ഷെ സാധാരണ ഉള്ളൊരു വാമറിൽ അങ്ങനെയൊക്കെ മതി. പക്ഷെ വെയിറ്റ് കുറഞ്ഞ എക്സ്ട്രീം പ്രീടേംസിനെ നമ്മൾ ഇൻക്യുബേറ്ററിലാണ് കിടത്തേണ്ടത്. അത് നല്ല കമ്പനിയുടെ ഇൻക്യുബേറ്റേഴ്സ് വെരി കോസ്റ്റ്ലിയാണ്. അപ്പൊ അതനുസരിച്ച് കെയറും
കോസ്റ്റ്ലിയർ ആവും ഇങ്ങനത്തെ കുഞ്ഞു കുട്ടികളെ നോക്കുന്ന സമയത്ത്. ഈ NICU കെയർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. കാരണം ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ ഈ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പം എല്ലാവർക്കും നോക്കണം, നൂല് കെട്ടാവോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വളരെ കോമൺ ആണ്. പിന്നെ മറ്റേ റിലേറ്റീവ്സിനെ ഒഫൻഡ് ചെയ്യാനും പാടില്ല. പക്ഷെ ഞാൻ പൊതുവെ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന 2.5 കിലോ വരെ ആരെയും കാണിക്കണ്ട എന്നുള്ളതാണ്. കാരണം 2.5 കിലോ ആണല്ലോ നമുക്ക് മിനിമം വേണ്ട വെയിറ്റ്. അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങള് ഇപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന 1.25 കിലോയിലൊക്കെയാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഐ മീൻ ഇപ്പൊ 500 ഗ്രാമർ സെറ്റായി വന്ന് വീട്ടിൽ പോകുമ്പോൾ ഉദ്ദേശം ഒരു 1.25 കിലോ ഒക്കെ ആയിരിക്കും. ആ ഒരു 1.25 കിലോ ഉള്ള കുഞ്ഞിനെ 2.5 കിലോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഒരു മാസം കൂടി എടുക്കുമായിരിക്കും 2.5 കിലോ ആവാൻ. 2.5 കിലോ ആകുമ്പോൾ വേറൊരു ഇത് കുളിപ്പിക്കുന്ന പ്രായം 2.5 കിലോ ആണ് തൂക്കം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം പൊതുവെ അങ്ങനെയാ പറയാറ്. ഇവര് ഗ്രോത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ താളം മുഴുവൻ തെറ്റും. നമുക്ക് തന്നെ ഒരു അസുഖം വന്നാൽ നമ്മുടെ റൂട്ടീൻ എഫക്റ്റഡ് ആവുന്ന പോലെ കുഞ്ഞുകുട്ടികൾ വെയിറ്റ് ഓരോ ദിവസവും ഒരു 20-30 ഗ്രാം വെച്ച് കൂടേണ്ട സമയത്ത് ഒരു ഇൻഫെക്ഷനോ വൈറൽ ഫീവറോ അല്ല ഇപ്പൊ ഫ്ലൂ ഒക്കെ വളരെ കോമൺ ആണ്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റീഅഡ്മിഷൻസും പ്രശ്നങ്ങളും അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ നമ്മുടെ ലങ് ഓൾറെഡി ബാഡ് ആയിരിക്കാം. ചിലപ്പോൾ വെന്റിലേറ്റർ ഒക്കെ കിടന്ന് കുറെ നാൾ കഴിഞ്ഞ് പോകുന്ന കുഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കിട്ടും. നമുക്ക് കിട്ടുന്ന പോലെയല്ല, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം സിക്കുവാ. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു കുഞ്ഞിന് അപ്പൊ നമുക്കൊരു അനുഭവങ്ങളുണ്ട് കോവിഡ് സമയത്തൊക്കെ. പിന്നെ നമ്മള് 25 വീക്കേഴ്സോ സംതിങ് അങ്ങനെ 3 മാസമൊക്കെ കിടന്ന് വീട്ടിൽ പോയിട്ട് കോവിഡും പിടിച്ച് തിരിച്ചു വന്ന് വെന്റിലേറ്റ് ചെയ്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവതും ആളെ കാണിക്കാതിരിക്കുക എന്ന് പറയാറാണ് പതിവ്. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വപ്നമൊക്കെയാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് ബൈ ബർത്ത് തന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് ഒത്തിരി പാരന്റ്സിനെ മെന്റലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പൊ ആസ് എ നിയോണാറ്റോളജിസ്റ്റ് ഡോക്ടർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ സ്ട്രഗിൾസ് എന്തുമാത്രം? നമുക്ക് ഡെയിലി സ്ട്രഗിൾ ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ ഇപ്പൊ ഭയങ്കര, ഞാൻ തന്നെ ഇപ്പം ഒരു 10-25 കൊല്ലമായിട്ട് ചെയ്യുന്ന പ്രൊഫഷൻ ആകുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എക്സ്പെഷ്യലി ലാസ്റ്റ് 10 ഇയേഴ്സിൽ വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് ഇപ്പൊ ഇത് പഠിച്ചവരാകുമ്പം നമുക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയ കിട്ടുന്നുണ്ട്. ഇപ്പൊ ChatGPT നോക്കിക്കഴിഞ്ഞാൽ ആർക്കും സെർച്ച് ചെയ്യാം. മിക്കവാറൊക്കെ നല്ല ജെന്യുവൻ ആയിട്ടുള്ള ആൻസേഴ്സും കിട്ടും ഇതിനകത്ത്. പക്ഷെ പ്രോബ്ലം വരുന്നത് നമ്മൾ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് ചില പേഷ്യൻസിന് ഒരു വാല്യൂയും കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്കും ബുദ്ധിമുട്ടുകളുണ്ട്. അവർ നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ ഇൻ ദ സെൻസ് അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ആയിക്കൂടെ, അങ്ങനെയൊക്കെ ചോദിക്കും പേഷ്യൻസ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പേഷ്യന്റ് ആണ് കിങ്, മനസ്സിലായില്ല. അപ്പൊ നമുക്ക് അവരെ ഒഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടാണ്. ജോലി ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് കൂടും. അടുത്ത ജനറേഷൻ ഇതിലും കഷ്ടപ്പാടായിരിക്കും. ഫൈനലി ഇതൊരു US ഇപ്പൊ എന്താ നടക്കണം അതുപോലെയാ. ഇൻ ദ സെൻസ് ഡോക്ടേഴ്സും പേഷ്യൻസും തമ്മിലുള്ള ഫുൾ ഇൻഷുറൻസ് രീതിയിലോട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകും. ആ ഒരു ഹ്യൂമൻ ടച്ചും ആ ഒരു അടുപ്പവും ഒക്കെ കുറഞ്ഞു വരികയാണ്. അതിനിയും കുറയത്തേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ലിറ്റിഗേഷൻസ് ആണ് ഇപ്പം പറയുക. അപ്പൊ എല്ലാവരും അതിന്റെ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കും. കാരണം നമ്മുടെ അറിവില്ലാതെ വീഡിയോസ് എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളത് എത്ര ശ്രദ്ധിച്ചാലും ഇപ്പൊ അറിയാലോ നിങ്ങൾക്ക് തന്നെ. ഇപ്പൊ പല ക്യാമറാസും ഉണ്ട്. ഇപ്പൊ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ആ സമയത്ത് പറഞ്ഞില്ല, നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും പ്രഡിക്ഷൻ പറ്റത്തില്ലല്ലോ. നമുക്ക് വി ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ. ഇപ്പൊ പേഷ്യൻസിനെയും കൂടെ കൊണ്ടുപോവുക. ഇപ്പൊ ഒരു 500 ഗ്രാം ബേബി 2 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 1 വയസ്സ് 1.5 വയസ്സാകുമ്പോൾ ഓടും ചാടും എന്നൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷയെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ 100% ചാടും? നമുക്ക് അങ്ങനെ പോകുമ്പോൾ ഇവര് നമ്മുടെ കൂടെ നിൽക്കണം. അപ്സ് ആൻഡ് ഡൗൺസ്. ആ രീതിയിൽ പോകുന്ന ഒരാൾ നമ്മളിരുന്ന് ഷൂട്ട് ചെയ്യുന്നത് ആലോചിച്ചു നോക്കും. എന്നിട്ട് ആഫ്റ്റർ 1 ഇയർ they come back and say, ഡോക്ടർ എന്ന കൗൺസിലിംഗ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്തൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങനെയാ പറയുന്നത് ഒരു പാരന്റ്സിന് മുഖത്തൊക്കെ ഇട്ട് ഈ കുഞ്ഞ് നടക്കാൻ സാധ്യതയില്ല? നമുക്കറിയില്ലല്ലോ. അറിയുമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനത്തെ ഹാർഡ്ഷിപ്സ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ പ്രൊഫഷൻസിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രൊഫഷനും അത്ര സുഖകരമല്ല. ഡോക്ടറിന്റെ ഈ ഒരു ഫീൽഡിൽ ഡോക്ടർ കെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഒരു ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതൊക്കെ നമുക്ക് ക്ലെയിംസ് പറയാം. നമ്മുടെ സ്മോളസ്റ്റ് ബേബീസ് 23 വീക്സ് 415 ഗ്രാംസ് 415 ഗ്രാമറാണ്.
പാലക്കാട്ടിലുള്ള ഒരു പേഷ്യന്റാ. അവരെല്ലാ വർഷവും വരും കേക്കും വാങ്ങിച്ചോണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത്. അവർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു IVF പേഷ്യന്റ് ആയിരുന്നു തോന്നുന്നു. അവര് ഡെലിവറിക്ക് മുമ്പേ ഒരു കൊല്ലം ഇവിടെ താമസിച്ച ഡെലിവറി ആയി, പിന്നെ കൊച്ചിന് 6 മാസം ആവുന്നവരെ എന്തോ കൈ കൊടുത്തിട്ട് അവരിവിടെ ഉണ്ടായിരുന്നു. അവർക്ക് നമ്മുടെ അടുത്ത് നല്ല അടുപ്പമുണ്ട്. കുഞ്ഞിന് ദൈവം സഹിച്ച ഒരു കുഴപ്പമില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പ്രൊഫഷനിലെ ഒരു പോസിറ്റീവ്സ്. പിന്നെ ഈ നെഗറ്റീവ്സ് ഒബ്വിയസ്ലി എല്ലാ പ്രൊഫഷനിലും ഉള്ളതുപോലെ ഉണ്ട്. പക്ഷെ നമുക്ക് പേഷ്യന്റ് നന്നായി വന്ന് നമ്മുടെ അടുത്ത് നന്നായിട്ട് ഇടപഴകുന്ന കുറെ നാൾ കിടക്കുന്ന പേഷ്യൻസിന് എപ്പോഴും നമ്മുടെ അടുത്തൊരു സ്നേഹം കാണും. ഷോർട്ട് ടേം പേഷ്യൻസ് ആണ് എപ്പോഴും സ്കെപ്റ്റിക്കൽ ആവുന്നത്. നമ്മള് ഏതായാലും ആ കുഞ്ഞിനെ കാണുമ്പം അങ്ങനത്തെ 430 ഉണ്ട്. എന്നാലും ദ സ്മോളസ്റ്റ് ആണല്ലോ നമുക്ക് ഏറ്റവും മുഖ്യം. ഇപ്പൊ ആൾക്ക് എത്ര വയസ്സായിട്ടുണ്ടായിരിക്കും? 4 വയസ്സ്. 4 വയസ്സ്. അവർ ലാസ്റ്റ് മന്ത് വന്നിരുന്നു. ഓക്കെ. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ന്യൂ ബോൺ ബേബീസിനെ റിലേറ്റഡ് ആയിട്ട്. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ഷെയറിംഗ് ദിസ് ഇൻഫോർമേഷൻ. താങ്ക് യു.